ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 31 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റാണ്. അതിനായിട്ട് 800 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ക്രഷ് ചെയ്ത പൊടിയാണ്. ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ടാൽ മതി. കുറച്ച് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ സ്പൈസി ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വെക്കാം കേട്ടോ, സമയമുള്ള പോലെ. പിന്നെ ഈ സ്പൈസി ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മസാല ചിക്കൻ മസാല ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുവാണ്. ഫ്രൈ പാൻ ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അടച്ച് വെച്ചിട്ടാൽ മതി. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു ഒഴിച്ചിട്ട് വേവിക്കാം. ഇതിൽ കണ്ട നിറയെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈ സൈഡും കൂടി ഒന്ന് വേവട്ടെ. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിനി ഇത് തുറന്ന് വെച്ചൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ചിക്കൻ മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ല് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കീമയാക്കി എടുക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് ക്രഷ് ചെയ്യണം. ഇറച്ചി വേവിച്ച ആ പാത്രത്തിലേക്ക് തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നാളെ 6:30 കൊടുക്കാനുള്ള ഒരു ഓർഡറാണിത്. രാവിലെ 6:30. അപ്പോൾ കീമ റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ബാക്കി പണികളൊക്കെ നാളെ വെളുപ്പിന് ചെയ്യാനാണ്. ഇതിപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞതായിരുന്നു എടുത്തത്. കുറച്ച് വേപ്പില, ഇത്രയാണ് നമ്മൾ എടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊന്ന് മാറി വരണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണം. ഏത് എണ്ണയിലാണോ വറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. ഉരുളൻകിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് പൊടിച്ചാണ്. ഒരു 5-6 വിസിൽ ഏൽപ്പിച്ചിട്ട് വേവിച്ച് പൊടിച്ചേക്കണതാണ്. ഈ സവാളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയേക്കണം. നോക്കിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങും കൂടി ഇടുമ്പോൾ ആ ഉപ്പ് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പിട്ടേക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി സ്പൈസി ചിക്കൻ മസാല. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്യാണ് ഫ്ലെയിം. മറ്റേ പാത്രത്തിൽ തികയാത്തതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചേക്കണ പൊടിച്ച് വെച്ചേക്കണ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. 2 മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 2 മുട്ടയുടെ തന്നു. ഇനി ഇതും കൂടി പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ആകെ 3 മുട്ട എടുത്തിട്ടുണ്ട്. കണ്ട 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ 2 മുട്ട പൊട്ടിപ്പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. തൊണ്ട കണ്ട 3 എണ്ണത്തിൻ്റെ. ഇതിപ്പോൾ വെളുപ്പിനായതുകൊണ്ട് ഇന്ന് 6:30 കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല അത് വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ ഇത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പിടുമ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ ഉപ്പ് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉപ്പിടണേ. നമ്മളിപ്പോൾ ഇത് ഇത്രയും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു. പിന്നെ ഈ ദിവസം 4 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞതാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. 3:30ക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ച് 4:30 ആയപ്പോഴാണ് ഞാനത് ചൂടാക്കുന്നത്. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം ഇതിനൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഒരു കയ്യിൽ ക്യാമറ ചെയ്തുകൊണ്ടേ. ക്രംസ് പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിന് കുറച്ചൊരു വെള്ളത്തിൻ്റെ മയം ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടി ഈ ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പൊടിച്ച 6 എണ്ണം അതിലിട്ട് മിക്സ് ചെയ്തായിരുന്നു. പിന്നെ 10 കഷ്ണം ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പാത്രം ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരെണ്ണം മറിച്ചിടുകയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കെടുക്കാം. ഒരെണ്ണം ആയിട്ടുണ്ട്. ഇതെടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 31 കട്ട്ലേറ്റാണ് നമ്മൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയത് കേട്ടോ. എനിക്ക് ഓർഡർ 30 കട്ട്ലേറ്റ് ആയിരുന്നു. 6:30ക്ക് തന്നെ ഇത് ഡെലിവറി നടത്താൻ പറ്റി.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.